ഈ ഫാത്തിമ ഇവിടെ ഒതുങ്ങിയില്ല. ലോകം മുഴുവനും പോയി. ആദ്യം തെക്കോട്ടൊക്കെ വ്യാപിക്കുമ്പോൾ ഇത്തരം ഒരു പാട്ട് ഇവിടെ കുറച്ചുകൂടെയൊക്കെ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് എത്തിയില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ടൊക്കെ എത്തി ഫാത്തിമ ഇങ്ങനെ തരംഗമായപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ കൂടെ അതെ 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 വന്നിട്ടുണ്ടായിരുന്നു. സത്യമാണ്. അത് വലിയൊരു മാറ്റമല്ലേ? നമ്മുടെ പ്രാദേശികമായിട്ടുള്ളൊരു ഒരു സംഗതി അത് മൊത്തം സ്ഥലത്തേക്ക് എത്തിയപ്പോൾ രണ്ട് കാര്യമാണ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടത്. ഒരു പ്രാദേശികതയുടെ സൗന്ദര്യം എല്ലാവരും കണ്ടു. ഓ, ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധ്യതയുണ്ടല്ലേ എന്ന് ഇവിടുത്തുകാരെ എന്നെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതൊരു വലിയൊരു വിപ്ലവമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതുവരെ മാപ്പിളപ്പാട്ടിനകത്ത് കുലപതികളായി നിന്നിരുന്ന, എന്നാൽ ഈ പറഞ്ഞ ആ ഭാഗത്തേക്കൊന്നും വല്ലാതെ അത്യപൂർവം പരിപാടികൾക്ക് പോയിട്ടുണ്ടാവും, പരിഗണിക്കപ്പെടാത്ത ഇവിടെ ഒതുങ്ങിപ്പോയ ഒരുപാട് ലെജൻഡറി സിംഗേഴ്സിന്, എഴുത്തുകാർക്കും മ്യൂസീഷ്യന്മാർക്കൊക്കെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള വലിയൊരു വാതായനം കൂടെ കൽബാണ് ഫാത്തിമ തുറന്നു വെച്ചിട്ടുണ്ട്. അത് എത്ര വലിയ വിമർശനം അന്ന് അതിനെതിരെ പൈങ്കിളി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആളുകൾ പറഞ്ഞാലും കൂടെ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ വിപ്ലവകരമായ ഒരു മാറ്റത്തിനും അത് ഈ മേഖല തന്നെ ഇനി എവിടെയോ വെച്ച് ഉണങ്ങി വരണ്ട് ശോഷിച്ച് ആരും അധികം എടുത്ത് നോക്കാതിരുന്നിടത്തുനിന്ന് പിന്നെ ഒരു മെഹബിൻ എന്ന് പറഞ്ഞ SR മീഡിയയുടെ വർക്കിലൂടെയാണ് കുറച്ച് ഇതൊന്ന് പുഷ്പിച്ച് വന്നത്. പിന്നെ സയൻ അൻവറും SR സത്താർക്ക് അഫ്സൽ ഖാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വർക്കുകൾ. അതിനുശേഷം സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് കൽബാണ് ഫാത്തിമ ചെയ്താലോ, ഇങ്ങനൊരു പാട്ട് വർക്ക് നമ്മൾ ചെയ്താലോ എന്ന് ചിന്തിച്ചതെന്ന് താജുക്ക പലതവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ മെഹബിനാണ് പുള്ളിയുടെ കാരണം. അവരാണ് ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അത് ഇതിൻ്റെ എല്ലാത്തിനും സെൻട്രലായ പിന്നെ എറണാകുളത്ത് നിന്നാണ് ഉണ്ടായത്. പക്ഷേ വടക്കോട്ടാണ് അത് ചെലവായത് എന്നുള്ളതാണ്. അതും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്ലിക്കാക്കി കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ ലളിതമായിട്ടുള്ള വരികൾ, പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ആ കാസറ്റുകൾ ഇപ്പോൾ ആദ്യമായി നിനക്കായി ഓർമ്മയ്ക്കായി ഇങ്ങനെ വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അതിന് വലിയൊരു ഹൈപ്പ് കിട്ടി, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പിൻബലം കിട്ടി. പക്ഷേ ആ വരികളുടെ ലാളിത്യം എന്ന് പറയുന്ന സാധനം സത്യത്തിൽ കൂടുതൽ പ്രചോദനം കിട്ടിയിട്ടില്ലേ? അത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് കാര്യങ്ങളെ കാണുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം നൽകി. തീർച്ചയായിട്ടും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. താങ്കൾ തന്നെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭയങ്കരമായ നിരീക്ഷണമാണത്. സാധാരണക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ബൈഹാർട്ട് ചെയ്യുന്നത്. അതായത് അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ സ്വന്തമായിട്ട് ടേപ്പ് റെക്കോർഡോ ഇന്നത്തെ പോലത്തെ മൊബൈൽ സിസ്റ്റം ഒരു പരിപാടിയില്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്. സാധാരണ ഏത് തൊഴിലെടുക്കുന്ന ആളുകളിലും ഉണ്ട്. അന്ന് ചെറിയ ചെറിയ തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ വലിയ തൊഴിലാണ്, ചെറിയ വേതനത്തിന് പിന്നെ വലിയ തൊഴിലെടുക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് പണ്ടേ അവർക്ക് പിന്നെ ഈ ആയാസങ്ങൾ മറക്കാൻ വേണ്ടി അവർ പിന്നെ ഈ ബോട്ട്, ഞാൻ തീരപ്രദേശത്തായിരുന്ന ആളാണ്, ബോട്ട് കയറ്റുന്ന സമയത്തൊക്കെ അവർക്ക് അറിയാവുന്ന ഒരു താളത്തിൽ അവർക്കറിയാവുന്ന ചില പാട്ടുകൾ, നാടൻ സാധനങ്ങൾ ഇങ്ങനെ പാടുന്ന കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഞാറ് നടുന്നവരും കൊയ്യുന്നവരും കറ്റ മെതിക്കുന്നവരൊക്കെ ചെയ്ത പോലെ അതുപോലെ ഇവിടെ ഓട്ടോ ഡ്രൈവേഴ്സും, ഞാൻ ഓട്ടോ ഡ്രൈവറായിരുന്നല്ലോ, അതുപോലെ സാധാരണ ഈ ചെത്തിക്കെട്ടിൻ്റെ പണിക്ക്, ഈ കെട്ടിൻ്റെ പണിക്കൊക്കെ പോകുന്ന ആളുകൾ, അങ്ങനെ നോർമലായിട്ട് നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ കാണുന്ന എല്ലാ ജനവിഭാഗവും ഇത് ഈസി ആയിട്ട് അവർക്ക് അതിൻ്റെ ട്യൂണും അവർക്ക് വലിയ ക്ലാസിക്കൽ ലെവലല്ലാത്തതുകൊണ്ട് ഈസി ആയിട്ട് പാടാൻ പറ്റി. ലിറിക്സ് അവരുടെയും കൂടെ ജീവിതത്തിലെ ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് അതും പെട്ടെന്ന് അവരെ കേച്ചിയായി, അങ്ങനെ നമ്മളുമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം നെഞ്ചിനുള്ളിൽ നീയാണെന്ന് താജുക്ക പാടുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പിന്നെ കാമുകിയോട് പാടുന്നതാണെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ കാമുകന്മാരും അവർക്ക് ആ കാസറ്റ് പ്ലേ ചെയ്ത് വെറുതെ കാമുകിനെ നോക്കി, ഇപ്പം എക്സ് ആണെങ്കിൽ പോലും അവളെ കല്യാണം വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഈ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് നോക്കിയാൽ തന്നെ അവൻ്റെ പാട്ടായി അത്. അത് കേൾക്കുന്നവൻ്റെ പാട്ടായി, പാടുന്നവൻ്റെ പാട്ടായി. അങ്ങനെ സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ എൻ്റെയും കൂടിയാണല്ലോ എന്നുള്ള അതുപോലെ തന്നെ ആയിരുന്നു നമ്മളെല്ലാവരും. ആ കാറ്റഗറിയിൽ പാടാൻ വന്നിട്ടുള്ള എല്ലാ ഗായകരും ഈ ജനങ്ങളായിട്ട് നിന്ന ഒരു എന്താ പറയണ്ടേ, ഒരു സൗഹൃദം അത് വളരെ വലുതായിരുന്നു. ഈ കാണാൻ കിട്ടാത്ത നടന്മാരെ പോലെ ഒക്കെ കണി കാണാൻ കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊന്നുമില്ല. നമ്മളെ തേരാപ്പാറ ഉറുപ്പിയേക്ക് 10 ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ താരങ്ങളാണ് നമ്മൾ, അവരുടെ പ്രിയപ്പെട്ടവരായി മാറിയത് അതുകൊണ്ടാണ്. അവരുടെ പാട്ടും ഞങ്ങളും ഒക്കെ അതുമല്ല വിഷ്വലൈസ് ചെയ്ത് വരുന്നതും അങ്ങനത്തെ കഥകളാണ്. സാധാരണക്കാരൻ്റെ
സാധാരണ ഈ പറഞ്ഞ കെട്ടിൻ്റെ പണിക്ക് പോകുന്നവനും കടലിൽ പോകുന്നവൻ്റെ ഒക്കെ പറയടി എൻ്റെ മെഹർബ എന്ന് പറഞ്ഞിട്ട് ഒരു കടൽക്കാരനായിട്ടുള്ള പാട്ടുണ്ട് എൻ്റെ. അതൊക്കെ വിജയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബീച്ചിൽ കടലിൽ പണിക്ക് പോകുന്ന അധ്വാനിക്കുന്ന എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സെയ്ർ അടക്കം ആരിസ്, അങ്ങനെ കുറേ പേരുണ്ട്, പേരെടുത്ത് പറയാൻ. ഇവരൊക്കെ കടലിൽ പോയി പിന്നെ ടേപ്പ് റെക്കോർഡൊക്കെ കൊണ്ടുപോയിട്ട് പാട്ട് പ്ലേ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട്, ഓരോ പ്രയാസങ്ങൾ മറക്കാനൊക്കെ. പണ്ട് പാടിയിരുന്നാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഇന്നും നമ്മളെ പാട്ടുകൾ ഉപയോഗിക്കുന്നു. അത് അവരുടെയും കൂടി ജീവിതമായതുകൊണ്ടാണ്. സുന്ദരി നീ വന്നു ഗസലായി, അടിപൊളി പാട്ടാണ്. ഭാര്യ ഈ പറഞ്ഞ പോലെ പ്രണയത്തകർച്ച നേരിട്ട് ഒരു ദേവദാസ് മൂഡിലേക്ക് ആയിപ്പോവും എന്ന് സംശയിച്ച എന്നെ അക്ഷരാർത്ഥത്തിൽ കംപ്ലീറ്റ് വേറൊരു വ്യക്തിയാക്കി മാറ്റി. ഇന്ന് നിങ്ങളെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റി. അഞ്ജലിയൊക്കെ പാടി നടക്കേണ്ട ഒരു മൂഡിലായിരുന്നു. അങ്ങനെ, അതായത് കല്യാണവും വേണ്ട, ഒരു പണ്ടരും വേണ്ട. ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ആകെ ജീവിതം 23 വയസ്സിൽ, 22ാമത്തെ വയസ്സിലാണ് ആ ട്രാജഡി നടക്കുന്നത്. 23 വയസ്സിൽ എത്തിക്കുന്ന എൻ്റെ ചിന്ത എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ലോകം അവസാനിച്ചു. എൻ്റെ ലോകത്തുള്ള പ്രതീക്ഷകളെല്ലാം കഴിഞ്ഞു. ആർക്ക് വേണ്ടി ഞാൻ സിഗരറ്റ് വലിക്കാതെ, മദ്യപിക്കാതെ, അല്ലെങ്കിൽ നല്ല പിള്ളയായിട്ട് ഞാൻ എല്ലാ ലഹരികളും മറ്റുള്ള ഉപേക്ഷിച്ച് ഏറ്റവും നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിച്ചോ, ആളെന്നെ തേച്ചിട്ട് പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് ഉന്തിത്തള്ളി ഉമ്മ നിർബന്ധിച്ചിട്ട് എന്നെ പെണ്ണ് കാണാൻ പറഞ്ഞേക്കുന്നത്. പെണ്ണ് കാണാൻ പോകുന്നത് ഒരു സാധാരണ മുഷിഞ്ഞ ഒരു വേഷത്തിൽ വൈകുന്നേരം, ആരും പോവാത്ത മഗ്‌രിബിൻ്റെ സമയത്ത് ഏതെങ്കിലും 2 സുഹൃത്തുക്കളെ പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂട്ടും സർവ്വസാധാരണമായിട്ട്. ഒരുത്തനെയും കൂട്ടാതെ ഞാൻ ഒറ്റക്ക് ഈ തേഞ്ഞ് തീർന്ന ഇടക്കിടക്ക് പട്ട അയച്ചിടേണ്ട ഹവായി ചെരുപ്പ്, അവിടെ ഇവിടെ കീറിയ പാൻറ്, ആകെ ചെറിയ താടി, വന്നുകൊണ്ടിരിക്കുന്ന താടി അതങ്ങനെ തന്നെ വടിക്കാതെ വികൃതമാക്കിയിട്ട് വളർത്തി മുടിയൊന്നും ഈരാതെ ഇങ്ങനെയുള്ള ഞാൻ പെണ്ണ് കാണാൻ പോന്നു. എന്തിനു എന്നെ ഇഷ്ടപ്പെടരുത്. അവിടെ ചെന്നപ്പം ഇവളെ പിന്നെ ഏട്ടത്തിമാർ ഏതോ പൈസ കൊണ്ട് ആരോ വരുന്നു പറഞ്ഞല്ലോ, ഗൾഫിലെ അവരെ ഭർത്താവ് അയക്കുന്ന പൈസ കൊണ്ട് കൊടുക്കാൻ ആ ആളാന്ന് വിചാരിച്ച്. എവിടെ പൈസ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പൈസയും കൊണ്ടുവന്നല്ല, പിന്നെ പെണ്ണ് കാണാൻ വന്ന. പിന്നെ ഒരൊറ്റ വലിവാണ്. പിന്നെ ആരും ഫ്രണ്ടിലില്ല, എൻ്റെ മുന്നിലില്ല. അപ്പോൾ പറഞ്ഞാൽ അവള് ഏട്ടത്തിൻ്റെ വേറൊരു ചേച്ചിയുടെ വീട്ടിലാണ്, അങ്ങോട്ട് പോകണമെന്നുണ്ട്. ഒരു ചേച്ചിയുടെ മോനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. അവളെ പോയി പെണ്ണ് കാണുന്നു. പാട്ടുകാരെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു പെണ്ണിനോട് ഒരു കസേര ഇങ്ങനെ തട്ടിയിട്ടോട് ഇരിക്കി, ഞാൻ ഇരുന്നു. വരുന്നുണ്ട്, നിങ്ങൾക്ക് പാട്ടുകാരൊക്കെ അറിയോ? എന്നോട് മ്യൂസിക്കാൻ അറിയോ? മറ്റേ കണ്ണൂർ ഷെരീഫിനെ അറിയോ? അവിടെ കൊച്ചിൻ ഷമീർ, എൻ്റെ ഫസ്റ്റ് വർക്ക് ചെയ്ത കിനാവ് എന്ന് പറഞ്ഞ വർക്ക് ചെയ്ത് പുള്ളിനെ കൊണ്ടാ ചോദിച്ചത്. കൊച്ചിൻ ഷമീർ എന്ന് പറഞ്ഞ ആളറിയോ? അറിയാം. സമാധാനം. അങ്ങനെയെങ്കിലും ഒരാളറിയാം. അപ്പോൾ ഇറങ്ങാൻ നേരത്തെ ഇവിടെ ചേച്ചി ചോദിച്ച് എന്താ ഇഷ്ടപ്പെട്ടോ? അത് ഞാനറിയില്ല, വീട്ടുകാർ പറയും. ഒരു 2 ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ട്. ഭയങ്കര റഫിൽ. പിന്നീട് നടന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ചരിത്രം മാതിരിയാണ്. പിന്നെ ഞാൻ എൻ്റെ ഡയറികളും ഒക്കെ വൈഫിനെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കൊരു 5-6 വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് സെറ്റായി. 5-6 മാസം സമയമുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുക. ഇത് ഞാൻ ജീവിച്ച് തീർത്ത കുറേ സംഭവങ്ങളാണ്. എൻ്റെ പ്രണയം അത് ഇതൊക്കെ കൊടുക്കാനുള്ളതിൻ്റെ മാക്സിമം സ്നേഹമൊക്കെ ഞാൻ എവിടെയൊക്കെ കൊടുത്ത്. ഇനി നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭയങ്കര പിന്നെ ജീവിച്ചൊരു 10-50 വയസ്സ് ജീവിച്ച ഒരുത്തൻ്റെ അനുഭവമൊക്കെ പറയുന്ന മാതിരി. കാരണം എനിക്ക് ഇതിൽ നിന്ന് എങ്ങനെങ്കിലും ഇതൊക്കെ ഒഴിവായി കിട്ടണം, കല്യാണമൊന്നും വേണ്ട എന്നുള്ള ലെവലിൽ. പക്ഷെ ഇവള് അന്ന് STD ബൂത്ത് നിന്ന് വിളിക്കുക ചെയ്യുക, PP നമ്പറിലേക്ക്. അങ്ങനെ വിളിച്ച് സംസാരിച്ച് എൻ്റെ മനസ്സ് കീഴടക്കി. എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു കിടക്കുന്ന ഒരു സാധനത്തിനെ തുന്നി കൂട്ടിക്കൊണ്ടുവന്ന് രണ്ടാമത് നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ട് എന്ന് കാണിച്ചു തന്ന ഒരാളാണ്.